ഹലോ ഗായ്സ്, അപ്പോൾ പൈ അപ്രോക്സിമേഷൻ ഡേയുടെ ലോങ് വീഡിയോ ആണിത്. ഇത് കുറച്ച് ബിറ്റ്സ് ആയതുകൊണ്ട് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. സോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ബ്രിട്ടയുള്ളത് കൊണ്ട് പല അപശബ്ദങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അന്നത്തെ ദിവസം പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. തലേ ദിവസം ഞായറാഴ്ച പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച പരിപാടി നടത്താമെന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ചത്തെ ഒരു ഹാഫ് ഡേ കൊണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത പരിപാടിയാണ്. നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. പൈ അപ്രോക്സിമേഷൻ ഡേ എന്ന് പറയുമ്പം പൈയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം 22/7 ആണ്. അപ്പോൾ 22 ജൂലൈ ദിവസമാണ് നമ്മൾ പൈ അപ്രോക്സിമേഷൻ ഡേ ആഘോഷിക്കുക. അപ്പോൾ അങ്ങനെ സാറിൻ്റെ വക പൈ അപ്രോക്സിമേഷൻ ഡേനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സിന് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഫ്രഷേഴ്സ് ഡേയും ചെറിയ രീതിയിൽ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിക്കൊന്നുമല്ല, പൈ അപ്രോക്സിമേഷൻ ഡേയുടെ കൂടെ സൈഡായിട്ട് കൊണ്ട് നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്നെ ചിരിപ്പിക്കാനായിട്ട് 1, 2, 3 ആൾക്കാർ സൈഡിലൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുഡോക്കോ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റേ ബോട്ട് മാച്ച് റൂൾ വെച്ചിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെ കൾച്ചറൽസ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രോ ഡാൻസേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടയുടെയും ദേവിയുടെയും വക ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം പരിപാടികൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. അങ്ങനെ നേരത്തെ കണ്ടതാണ് അവിടെ നിന്ന് എഴുതുണ്ടായിരുന്നില്ലേ, അത് ഞങ്ങളുടെ ജിയോ, ഞങ്ങളുടെ തലമൂത്ത കാരണവരാണ്. അടുത്ത ഇനി വരുമ്പോൾ അവൻ്റെ ക്ലിപ്പ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, നോട്ട് അല്ലെങ്കിൽ പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് കാക്കയുടെയും പൂച്ചയുടെയൊക്കെ സൗണ്ട് കേൾക്കും. ഞാൻ പുറത്തു നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അന്നത്തെ ദിവസം ക്വിസ് നടത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിലൊരു കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഞങ്ങളുടെ സ്വന്തം അനീറ്റയ്ക്കാണ് സെക്കൻഡ് കിട്ടിയത്. പിന്നെ ഒരു അടിപൊളി ടാസ്ക് ഉണ്ടായിരുന്നു. പൈയുടെ വാല്യൂ നമ്മളൊരു 40 ഡെസിമൽ പോയിൻറ്റ്സ് വരെ കാണാണ്ട് പഠിച്ചിട്ട് അത് നമ്മൾ മെമ്മറൈസ് ചെയ്ത് പറയാമെന്നുള്ള ടാസ്ക്. ആ ടാസ്ക് വിജയകരമായി 20 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബ്രിട്ടയാണ് പൂർത്തിയാക്കിയത്. പിന്നെ 23 സെക്കൻഡ് കൊണ്ട് എൻ്റെ ജാതും. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഞങ്ങളുടെ ക്ലാസ്സിന് തന്നെ പോയി. പിന്നെ സുഡോക്കോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സുഡോക്കോ കോമ്പറ്റീഷൻ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സുഡോക്കോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സുഡോക്കോന് പല ലെവലുണ്ടെന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ആ ഒരു അറിവില്ലാണ്ട് ഞാൻ നേരെ ന്യൂസ് പേപ്പറിൽ സുഡോക്കോ കൊടുത്തു. 3 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നുള്ള രീതിയിൽ കൊടുത്തു. അവർ 3 പേരിരുന്നു. അപ്പോൾ 10 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈം ഓൾറെഡി ഷോർട്ടേജ് ആയിരുന്നു, 2 മണിക്കൂറുള്ളൂ. അതിനുള്ളിലെല്ലാം തീർക്കണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തീർക്കാനായിട്ട് 10 മിനിറ്റ് കൊണ്ട് കൊടുത്തു. അതിലും വിൻ ചെയ്തത് ഞങ്ങളുടെ തേർഡ് ഇയറിൽ ഞങ്ങളുടെ ജെഫിൻ, ഐസക് എന്നുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. പിന്നെ ദംഷ്രാഡ്സ് ഉണ്ടായിരുന്നു. ദംഷ്രാഡ്സിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ട് പങ്കെടുപ്പിച്ചു. ഞാൻ വിജയകരമായി അതിൽ തോറ്റ് തുന്നം പാടി തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെ പിന്നെ ബ്രിട്ടയുടെയും ദേവിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പ്രോ ഡാൻസേഴ്സ് ആയതുകൊണ്ട് ഡാൻസ് കളിക്കുക, ഒരു പരിപാടിക്ക് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരോട് തലേ ദിവസം പറയുന്ന ഡാൻസ് കളിക്കുന്നത്, പിന്നെ ദിവസം വന്ന് 1 മണിക്കൂർ കൊണ്ടാണ് രണ്ടുപേരും ഡാൻസ് പഠിച്ച് നന്നായി കളിച്ച് അടിപൊളിയാക്കിയത്. പിന്നെ ജൂനിയേഴ്സും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു പരിചയക്കുറവിൻ്റേതായിട്ടുള്ള അവരൊത്തിരി എന്താ പറയുക വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞങ്ങളിപ്പോൾ 3 ഇയേഴ്സ് ആയല്ലോ. അതിൻ്റെ അഹങ്കാരം, വെറും അഹങ്കാരം കൊണ്ട് ഞങ്ങൾ ഭയങ്കര തുള്ളിച്ചടി നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ മിസ്സുമാരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സാണ്. അതുപോലെ ഇതാണ് ഞങ്ങളുടെ വിൻ ചെയ്തിട്ടുള്ള തേർഡ് ഇയേഴ്സ്. പിന്നെ ഫസ്റ്റ് ഇയേഴ്സും ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെവി സാധനത്തിന് നമുക്ക് ടൈമിൻ്റെ അവൈലബിലിറ്റി കുറവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പറ്റാവുന്നിടത്തോളം അവർ ചെയ്തു. അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് തേർഡ് ഇയേഴ്സ് ആയതുകൊണ്ടാണ് അവർക്ക് പ്രൈസ് കൊടുത്തത്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപയുടെ മഞ്ച്. അങ്ങനെയായിരുന്നു. പിന്നെ നല്ല കോമഡി, ദംഷ്രാഡ്സ് കളിക്കാൻ കയറിയപ്പോൾ നല്ല കോമഡി ആയിരുന്നു. എക്സ്പ്രഷൻസ് കാണിക്കാനായിട്ട് എല്ലാവരും പുലികളായതുകൊണ്ട് വളരെ നന്നായി കാണിച്ചു. എനിക്കും നല്ലൊരു പണി കിട്ടി. എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 8 നിലയിൽ പൊട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കോൺഫിഡൻസും തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. അങ്ങനെ അന്നത്തെ ദിവസം ഇതാണ് പൈയുടെ ഞാൻ പറഞ്ഞ വാല്യൂ കാണാണ്ട് പറയുന്ന ടാസ്ക്. അത് സക്സസ്ഫുള്ളി ബ്രിട്ട പാസ്സായി. പെട്ടെന്നാണ്, ഓൺ ദി സ്പോട്ടിലാണ് പഠിച്ചവൾ 20 സെക്കൻഡ് കൊണ്ട് മാക്സിമം ഡിജിറ്റ്സ് പറയാൻ നോക്കിയത്. എത്രയോ 40 ഡിജിറ്റ്സോ സംതിങ്, എത്ര എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ജാതുവും പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ എന്താ പറയുക കഠിനമായ പോരാട്ടമായിരുന്നു. ആദ്യം ജാതു വന്നു, പിന്നെ ബ്രിട്ട വന്നു, പിന്നെ വീണ്ടും ജാതു വന്നു, പിന്നെ വീണ്ടും ബ്രിട്ട വന്നു. അങ്ങനെയായിരുന്നു.
അപ്പോൾ ഇതാണ് അന്നത്തെ ദിവസത്തിൻ്റെ ഫുൾ വീഡിയോ. എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക.